ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അരിയണ്ണൻ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഹസനം കാണിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ചാറ്റുകളാണ് കൂടുതലുണ്ടായിരുന്നത്. 30 മിനിറ്റത്തെ അതിഭീകരമായ ഇതായിരുന്നു. അത് കണ്ട് കൊട്ടയന്മാർ എന്തൊക്കെയോ കാണിക്കുന്ന കണ്ട് എന്ത് ദുരന്തം ഉണ്ടാ. അപ്പോൾ എന്തായാലും അവൻ ഇട്ടിരുന്ന ടൈറ്റിൽ മൈ വോയിസ് എക്സ്പ്ലനേഷൻ എന്നാണ്. നിൻ്റെ വോയിസ് എക്സ്പ്ലനേഷൻ നീ എന്ത് മാങ്ങയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്? എന്തെങ്കിലും മാങ്ങ നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ? നിൻ്റെ വോയിസ് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ നീ ചെയ്യേണ്ടത്, ആദ്യം പറയേണ്ടത്, നിനക്ക് സൈന പ്ലസ് അവർ നിനക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നെന്ന് പറഞ്ഞു. അതിൻ്റെ ഉത്തരം നീ പറഞ്ഞാ? നിൻ്റെ വോയിസിൻ്റെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ അതൊക്കെയാണ് ഉണ്ടാക്കാനുള്ളത്. മനസ്സിലായോ? അത് നീ ഉണ്ടാക്കിയില്ല. പിന്നെ നീ പറഞ്ഞു സൈനക്കാരെടുത്ത്, സൈനയിലെ ഏതോ ടീം അംഗങ്ങളെടുത്ത് മുതുകാട് പറഞ്ഞ് നിങ്ങളെ 3 പേരെ കൊല്ലുമെന്ന് പറഞ്ഞു. ആരെടുത്താണ് പറഞ്ഞത്? മുതുകാട് ഏത് സൈന പ്ലസ് സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ചാനലിലെ ഏത് വ്യക്തിയുടെ അടുത്താണ് മുതുകാട് അത് പറഞ്ഞത്? നീ പറഞ്ഞാ? എക്സ്പ്ലനേഷൻ ഉണ്ടാക്കിയല്ല നീ. എൻ്റെ നീ പറഞ്ഞാ? 3 നിൻ്റെ അടുത്ത് സൈനയിലെ ഏതവനാണ് വന്നിട്ട് നിൻ്റെ അടുത്ത് ഉണ്ടാക്കിയത് മുതുകാട് കൊല്ലുമെന്നുള്ളത്? അവന് പേരും നാളൊന്നും ഇല്ലേ? അത് നിനക്ക് പറയാൻ പറ്റില്ലേ? അപ്പം നിനക്ക് ഈ ഉണ്ടകളൊന്നും പറയാൻ പറ്റത്തോ ഇല്ല. അപ്പം അതാണ് പറയുന്നത്. നിൻ്റെ വോയിസിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ വോയിസിൻ്റെ എക്സ്പ്ലനേഷൻ ഇടാൻ നിന്നെ കൊണ്ട് പറ്റിയില്ല. അതിന് പകരം നീ എൻ്റെ ചാറ്റൊക്കെ എടുത്തിട്ടു. പിന്നെ ഷഫീന ചേച്ചിയുടെ കുറേ വോയിസ് കേൾപ്പിക്കുന്നു. ഷഫീന ചേച്ചി വേറെ ആരൊക്കെ അയച്ചു കൊടുത്ത വോയിസാണ്, അത് നീ കേൾപ്പിക്കുന്നു. അതിൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ എൻ്റെ ചാറ്റിൻ്റെത് ഞാൻ തന്നെ പറഞ്ഞോളാം. നീ കാണിച്ച കണക്കത്ത ഊളത്തരത്തില എക്സ്പ്ലനേഷൻ അല്ല ഇത്. തെളിവ് വെച്ചുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ നിനക്ക് ഉണ്ടാക്കി കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. റിയാക്ഷൻ എന്ന് പറയുന്നതും തെളിവ് വെച്ചുള്ള കളി എങ്ങനെയാണെന്നുള്ളത് നീ ഇന്ന് പഠിച്ചോ. നീ ഇന്ന് പഠിക്കണം കേട്ടാ. നല്ല വൃത്തിക്ക് നീ പഠിച്ചോളണം. ഇനി ചോദിച്ചു വരരുത് തെളിവ് വേണം, ഉണ്ട വേണം എന്നുള്ളത്. നീയും ഷിഹാബും കൂടെ കാറിരുന്ന് മറ്റേ ഉണ്ടയില്ലാത്ത വെടി മുകളിലോട്ട് വയ്ക്കുന്നല്ലേ? ഒരു തെളിവില്ലാത്ത വെടികൾ. ഏതെങ്കിലും ഒരു തെളിവ് എന്നെ കൊണ്ടൊക്കെ കാണിക്കാൻ പറ്റിയാ? ഇല്ല. അപ്പോൾ ആ ഉണ്ടയില്ലാത്ത വെടികൾ നീയൊക്കെ മുകളിലോട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉള്ള വെടികൾ നിനക്ക് കേൾപ്പിച്ചു തരാം, കാണിച്ചും തരാം കേട്ടോ. അപ്പോൾ വീഡിയോ നമുക്ക് തുടങ്ങാം. വീഡിയോ 4 പാർട്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് മാത്രമേ കമൻറ്റോടികളായാലും ഏവരായാലും കമൻറ്റ് ഇടാവൂ. ഓക്കെ, ഫുൾ വീഡിയോ നമ്മുടെ ഫാസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് ചില കമൻറ്റോടികൾ പറയുന്നതാണ്, ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ വീഡിയോ ഇടാ. ഫുൾ വീഡിയോ ഇട്ടേക്കുന്നിട്ട് താഴെ പോയിട്ട് കമൻറ്റ് ഇട്ടേക്കുന്നതാണ് ഫുൾ വീഡിയോ ഇടാന്ന്. അമ്മാതിരി വീഡിയോ കാണാതെ കമൻറ്റ് ഇടാൻ ഇവിടെ നിൽക്കരുത്. പിന്നെ എൻ്റെ എന്നുള്ള ഊക്കും കൂടെ നീയൊക്കെ മേടിക്കും. ഫാസിലൊക്കെ ഒന്നും പറയത്തില്ലായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ വെച്ച് കേൾപ്പിച്ചു തരും. ഓക്കെ, അതുകൊണ്ട് കമൻറ്റോളികളുള്ള ഏത് ഫ്ലവറി മക്കളാണെങ്കിലും കമൻ്റ് ഇടുന്ന, അതും തെറി കമൻ്റ് ഇടുന്ന ഫ്ലവറി മക്കൾ അറിയാനായിട്ട് വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം ഉണ്ടാക്കാൻ നിൽക്കാൻ കേട്ടാ. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. 4 പാർട്ടായിരിക്കും. അതിൽ 1ാമത്തെ പാർട്ട് അരിയണ്ണൻ ഒരു കുലംകുത്തിയാണ്. കുലംകുത്തി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൂടെ നിൽക്കുന്നവരൊക്കെ പണിയുന്നവനാണോ എന്നുള്ളതാണ് കുലംകുത്തി. 2ാമത് അരിയണ്ണൻ തള്ളാണോ. 3ാമത് അരിയണ്ണൻ ഉഡായിപ്പാണോ. 4ാമത് ചില കമൻറ്റോടികൾക്ക് ഉള്ള ഉത്തരം, ഷിഹാബിനുള്ള ചില ഉത്തരങ്ങൾ. ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. കാരണം ഇത് നിനക്കൊക്കെ ഉള്ള എല്ലാവർക്കും ഇവൻ്റെ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ചിന്താശേഷി ഉള്ളവന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ചിന്താശേഷി ഇല്ലാത്തവന്മാർ വിട്ട് കളയുക വീഡിയോ. ഓക്കെ, ചിന്താശേഷി ഇല്ലാത്തവന്മാർ വീഡിയോ ഒഴിവാക്കുക. അതാണ് നിനക്ക് നല്ലത് കേട്ടാ. അപ്പോൾ ആദ്യത്തത്, സീക്രട്ട് ഏജൻറ്റ് ഒരു കുലംകുത്തിയാണോ? അവ ഒരു കുലംകുത്തിയാണെന്നുള്ളതിന് ആദ്യത്തെ ആളാണ് ബാലയെ ചതിച്ചതും നല്ല ഉഗ്രം പണി കൊടുത്തതും ഈ സീക്രട്ട് ഏജന്റാണ്. ഓക്കെ, അങ്ങേരെ അവനെ കണക്കൊരുത്തരെ വിളിച്ച് വീട്ടിൽ കയറ്റിയതാണ് ഏറ്റവും വലിയ അബദ്ധം അങ്ങേരക്ക്, ബാലയ്ക്ക്. എന്താണ് കാര്യം എന്നറിയാലോ? ആ ബാല പിന്നെ എന്താണ് ചെകുത്താൻ ആറാട്ടണ്ണൻ തോക്കിഷ്യൂ നടക്കുന്നല്ലോ. അപ്പോൾ തോക്കിഷ്യൂ സമയത്ത് ആ ടൈമിൻ്റെ അകത്ത് ഒരു വോയിസ് ഇട്ട്, അതായത് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഞാനിക്കാ ഇപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഒരു ഇത് അയച്ചേക്കുന്നു, മെസ്സേജ് അയക്കുന്നു, വീഡിയോ ക്ലിപ്പൊക്കെ എടുത്ത് അയക്കുന്നു, ആറാട്ടണ്ണൻ ഒരു വോയിസ് ഇട്ടേക്കുന്നു, ചെകുത്താൻ ആരെടുത്തോ പറഞ്ഞ് വിലപേശിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു. ആ വോയിസ് എഡിറ്റ് ചെയ്ത് ആ ആറാട്ടണ്ണന് അയച്ചു കൊടുത്തത് അവൻ. എന്നിട്ട് അവൻ വന്നിരുന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ അഭിനയിക്കുകയാണ്. നീ ഒരു നല്ല നടനാണ്, കൂടെ നിന്ന ബാലയെ ചതിക്കുന്ന നടനായിപ്പോയി. നടനായ ബാലയെ ചതിക്കുന്ന അല്ല ഉഗ്ര നടനായിപ്പോയി നീ കേട്ടാ. അത്രയേ ഉള്ളൂ. അതായത് അതിൻ്റെ അകത്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒന്ന് മറ്റേ യവനുള്ള പണി, ചെകുത്താനുള്ള പണി. 2ാമത്തത് ബാലയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലയ്ക്ക് എങ്ങനെ പണി കൊടുക്കാന്ന് വെച്ച് തോക്കിൻ്റെ ഫോട്ടോയും കൂടെ വെച്ചാണ് ഈ അയച്ചു കൊടുത്തത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആറാട്ടെണ്ണം അതെടുത്തിട്ടില്ല. ഓക്കെ,
പക്ഷെ ആറാട്ടെണ്ണം അത് പറഞ്ഞ് അവ ഇതും കൂടെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇട്ടില്ല, ഞാൻ പേടിച്ചാണ് ഇടാത്തത്, ബാലയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ, ബാലയ്ക്ക് എന്തെങ്കിലും കേസിൽ അകപ്പെട്ട് പോകുമോ എന്നുള്ള പേടി കൊണ്ട് ഇട്ടില്ല. ചതിക്കാൻ നോക്കിയത് ആര്? നല്ല നമ്മുടെ അരിയണ്ണൻ ഒറ്റയടിക്ക് വീഴ്ത്തിക്കാൻ നോക്കിയത് ബാല, ചെകുത്താൻ, ആറാട്ടെണ്ണം, മൂന്നെണ്ണത്തിന്റെ ഒറ്റ അടിക്ക് തീർക്കാൻ നോക്കിയത്. മനസ്സിലായ? പിന്നെ ബാലയ്ക്ക് മനസ്സിലായത് കാരണം ബാല ഒഴിഞ്ഞു പോയി, മറ്റവന് മനസ്സിലായത് കാരണം മറ്റോ ഒഴിഞ്ഞു പോയി. ഓക്കെ, ആറാട്ടെണ്ണം പിന്നെ അറിയാമല്ലേ, ആറാട്ടെണ്ണം പാവം, ആള് പാവം പോയത് കാരണം ആറാട്ടെണ്ണം ഇങ്ങനെ എല്ലാവരെയും പുള്ളിക്ക് മറ്റേ എന്താണ് ഒരാളെ വെറുത്ത് അങ്ങനെ പോകാനുള്ള അറിയാത്ത കാരണം പുള്ളി എല്ലാവരും സ്നേഹിച്ച് കഴിയുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന്റെ തെളിവുകളൊക്കെ ഓൾറെഡി തന്നെ യൂട്യൂബിൻ്റെ അകത്തുണ്ട്, എല്ലാവർക്കും യൂട്യൂബിൻ്റെ അകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തെളിവുകളൊക്കെ കാണാം. അതിന് പ്രത്യേകിച്ചായിട്ട് ഞാൻ ഇനി തെളിവിട്ടതിൻ്റെ പറയേണ്ട കാര്യമില്ല. പിന്നെ നിനക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അതായത് ചിന്താശേഷി ഇല്ലാത്ത കുറച്ച് എവൻ്റെ ഈ അരിയണ്ണൻ്റെ കമൻറ്റോളികൾക്കും ഈ അരിയണ്ണൻ്റെ കുറച്ച് വാലാട്ടിയൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാവരും ഇനി ഒന്നും കൂടെ ഓർത്തെടുത്ത് നോക്കുക. അപ്പോൾ അരിയണ്ണൻ കുലംകുത്തിയാണോ എന്ന് മനസ്സിലാവും. കൂടെ നിന്ന് ബാലയ്ക്കിട്ടുള്ള പണി, നല്ല ആ ചിമിട്ടം പണി അടിച്ചവൻ ആണ് യവൻ. അപ്പോൾ കുലംകുത്തി നമ്പർ 2, കുലംകുത്തി നമ്പർ 2 യവൻ തന്നെയാണ് കുലംകുത്തി, വേറെ ആരുമില്ല, യവൻ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അരിയണ്ണൻ ചില സംഘടനയ്ക്കകത്ത് ചെയ്ത, സംഘടനയ്ക്കകത്തുള്ള ആൾക്കാരെ കിട്ട് പണിഞ്ഞ ചില പണികൾ, അതായത് കിക്ക് എന്നുള്ള സംഘടനയ്ക്കകത്ത് അരിയണ്ണൻ പണിഞ്ഞ പണികൾ. ഓക്കെ, അപ്പോൾ അതിന് കുലംകുത്തി എന്നല്ലാതെ വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. കുലംകുത്തി എന്നല്ലാതെ അതിന് വേറൊരു വാക്കില്ല, അതുകൊണ്ടാണ് കുലംകുത്തി എന്നുള്ള വാക്കിന് ഇട്ടത്. അപ്പോൾ അതിൻ്റെ തെളിവുകളാണ് ഇടാൻ പോണത്. എല്ലാവരും നല്ലോണം കണ്ടോളുക. ഇനി കണ്ടില്ല എന്നാലും പറയരുത്, കണ്ടില്ല എന്നാലും പറയരുത്. ഓക്കെ, അപ്പോൾ പറയാനുള്ളത്, അപ്പോൾ എങ്ങനെ അവൻ കുലംകുത്തി ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ഈ മല്ലു എന്ന് പറഞ്ഞ ആ ഇൻസിഡൻറ്റ് നടക്കാത്ത, മല്ലു സൗദി വനിതാ ഇൻസിഡൻറ്റ് നടക്കുന്ന ടൈമിൽ, ഓക്കെ, യവനും യവൻ്റെ പ്രസിഡൻറ്റും, അതായത് സെക്രട്ടറി ആയ യവനും ഈ അരിയണ്ണൻ, സെക്രട്ടറി ആയ അരിയണ്ണൻ പിന്നെ പ്രസിഡന്റും കൂടെ ഓടി നടന്ന് പറയാണ് മല്ലു നിരപരാധിയാണ്, പിന്നെ വേറൊരാൾ ഷിയാസ് കരീമിൻ്റെ പേര് പറയുന്നത് ഷിയാസ് കരീം നിരപരാധിയാണ്, അങ്ങനെ ഓടി നടന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കിയിരുന്നവർ. പിന്നെ എന്താണ് നമ്മളെ യവൻ്റെ തന്നെ അരിയണ്ണൻ്റെ വീഡിയോക്കകത്ത് കാണാം, അരിയണ്ണൻ അങ്ങ് കട്ടൊക്കെ നിൽക്കുകയാണ് മല്ലുവിൻ്റെ കൂടെ. മല്ലു പെർഫെക്റ്റ് ആണ്, എങ്ങനെയൊക്കെ മറ്റവനെ ആ സൗദി പെണ്ണിൻ്റെയും ജിയാനെയൊക്കെ എങ്ങനെ ഈ പോയിന്റ് വൈസ് എങ്ങനെ കുരുക്കാന്നുള്ളത് നോക്കിയാണ് അണ്ണൻ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ അയക്കുന്ന ഒരു മെസ്സേജാണ് കാണുന്നത്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അവനോട് ചാറ്റ് ചെയ്തതാണ്. ഞാൻ അവന് ചാറ്റ് ചെയ്യാത്ത അവൻ വീഡിയോ ചെയ്തതിൻ്റെ ചില ടൈമിംഗ് വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയുന്ന ആ ടൈമിംഗ് വ്യത്യാസം ഇതൊക്കെയാണെന്നൊക്കെ പറയുന്നത് അവൻ പറഞ്ഞാൽ അത് തന്നെയല്ലേ അവൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് മല്ല് പറയുന്ന ആ ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അകത്ത് ആ മാർക്ക് ചെയ്തേക്കുന്നത് 15 മിനിറ്റാണ്, 1 മിനിറ്റ് അല്ല. ആ ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം. മല്ല് പറഞ്ഞ് സൗദി വനിത അവൻ്റെ റൂമിലുണ്ടായിരുന്നത് 1 മിനിറ്റാണ്. പക്ഷേ അവൻ പറയുന്നുണ്ട് 1 മിനിറ്റ് അല്ല 15 മിനിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. സെക്രട്ടറി വൈസ് പ്രസിഡന്റിന് അടിയിക്കൂടെ ഒറ്റുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, യവൻ അവൻ്റെ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാ 15 മിനിറ്റ് ആണെന്നുള്ളത്? യവൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ അവൻ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കാരണം ഞാൻ ഈ കേസ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് ഞാൻ സ്റ്റോറി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തരികയാണ് 1 മിനിറ്റ് അല്ല 15 മിനിറ്റ് ഉണ്ടായിരുന്നു. യവൻ വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. നല്ല നമ്പർ 1 ഒറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒറ്റ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണ്ട. ഈ ഒറ്റ നമുക്ക് വളരെ നൈസായിട്ട് പോവാം. അടുത്ത ഒറ്റ ആണെങ്കിൽ, അടുത്ത ഒറ്റ എന്താണ്, സ്ക്രീനിൽ കണ്ടോളൂ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി വന്നിട്ട് യവനെ ഈ മല്ലുവിനെ അനുകൂലിച്ച് വീഡിയോ ചെയ്തായിരുന്നു. ആരാണ്? ഷാലു വന്നിട്ട് മല്ലുവിനെ അനുകൂലിച്ചൊരു വീഡിയോ ചെയ്ത്. ഷാലു ചെയ്ത വീഡിയോനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? ഷാലു വീഡിയോക്കകത്ത് പറയുന്നു, ഇനിഷ്യൽ പോർഷൻ ചെക്ക് ചെയ്യൂ. ഷാലു ആ വീഡിയോക്കകത്ത് പറയുന്നു ഷാലുവിനെ മല്ലു അങ്ങോട്ട് വിളിച്ചതാണ്. എങ്കിൽ മല്ലു പറയുന്നു ഷാലു അപ്പോയിൻമെൻ്റ് എടുത്ത് മല്ലുവിനെ അങ്ങോട്ട് വിളിച്ചാണ്, ഷാലു അങ്ങോട്ട് അപ്പോയിൻമെൻ്റ് എടുത്തതാണെന്നുള്ളത് പറയുന്നു. അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരും പറയുന്നതല്ല, തെറ്റുകൾ അവൻ പറയാണ്. പക്ഷേ യവൻ അവൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. ഷാലു എന്ന് പറയുന്നത് യവൻ്റെ തന്നെ കിക്കിലെ മെമ്പറാണ് ഷാലു. കിക്കിലെ വൈസ് പ്രസിഡന്റാണ് മല്ലു. ഇവരെ രണ്ടുപേരെ കുറിച്ച് സെക്രട്ടറി പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, സെക്രട്ടറി വീഡിയോ ചെയ്തിട്ടില്ല. സെക്രട്ടറി മറ്റേ ആരെങ്കിലും അപ്പ് ഇടുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വീഡിയോ ചെയ്യുന്നവനാണ്. ഈ ഒരു വീഡിയോ ചെയ്യാത്തത്. ഓക്കെ, ഈ ഒരു വീഡിയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? രണ്ടുപേരും അവൻ്റെ മെമ്പറാണ്, പക്ഷെ ഒറ്റയും ചെയ്യുന്നുണ്ട്, അടിയിൽ കൂടെ ഒറ്റയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് രണ്ടും യൂട്യൂബിൽ വന്നു നമ്മൾ വിചാരിക്കാം. ഷാലു വീഡിയോ ചെയ്ത യൂട്യൂബിൽ, മല്ലു വീഡിയോ ചെയ്ത യൂട്യൂബിൽ ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒറ്റ നമ്പർ 3. അപ്പോൾ ആ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞേക്കുന്നതാണ് ഷാലു ഈ ടൈം ഗോൾ അടിക്കണം. കാരണം ഷാലുവിന് വ്യൂസ് ഒന്നും ഇല്ലാത്ത ടൈം ആ വീഡിയോ ചെയ്ത് ആ വീഡിയോയ്ക്ക് നല്ല അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഷാലു ഈ ടൈം ഗോൾ അടിക്കാൻ നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നതാണ് ഷാലുവിനെ ആഡ് ആക്കിയത് മല്ലു ആണ് ഗ്രൂപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
യവന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ശാലുവിനെ ആഡ് ആക്കിയത് മല്ലുവാണ്. ഇത് നമുക്ക് ആരും പറഞ്ഞു കൊടുത്ത കഥയാണ്. ഓക്കെ, ആക്കിയത് മല്ലുവാണ് എന്ന് സെക്രട്ടറി മല്ലുവിനെയും ശാലുവിനെയും ഒറ്റയാണ്. ഓക്കെ, മല്ലുവിനെ ശാലുവിനെ ഒറ്റയാണ്. ഐറണി ഡോണ്ട് യു സീ, അർത്ഥം മനസ്സിലായല്ലോ? അതിലെ വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി ഇതിൽ കൂടുതൽ യവൻ ഒരു കുലംകുത്തിയാണെന്നുള്ളതിന് വേറെ എന്തെങ്കിലും തെളിവ് വേണം. സ്വന്തം സംഘടനയിലെ ഇരുന്നുകൊണ്ട് സ്വന്തം മെമ്പർമാരെ ഇതേ കണക്ക് കുത്തുന്ന യവൻ കുലംകുത്തിയെന്നല്ലാതെ വേറെ ഏതെങ്കിലും വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പം ഇങ്ങനെയുള്ള ഒരുത്തന ഞാൻ വിശ്വസിക്കത്തില്ല, വിശ്വസിച്ചിട്ടുമില്ല. അപ്പോൾ ഇമാതിരിയുള്ള കുലംകുത്തികളെ വിശ്വസിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും, അവരുടെ സബ്സ്ക്രൈബേഴ്സും പ്രത്യേക ചിന്താശേഷി ഇല്ലാത്ത അവരുടെ സബ്സ്ക്രൈബേഴ്സ് ചിന്തിച്ചോ. ഓക്കെ, അതായത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ശാലുവിനെ ആഡ് ആക്കിയത് മല്ലു ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റിയത് ഈ പറയുന്ന നിങ്ങളുടെ അരിയണ്ണനാണ്. ഇമ്മാതിരി ഒറ്റുന്ന സ്വന്തം സംഘടനയില്ല മെമ്പർമാരെ ഒറ്റുന്ന യവന നീക്ക ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ സംഘടനയുടെ ദാരിദ്ര്യമാണത്. നിന്റെയൊക്കെ സംഘടനയുടെ ദാരിദ്ര്യം കൊണ്ടാണ് നീയൊക്കെ ഇമ്മാതിരി ഒരുത്തന സെക്രട്ടറി ആയിട്ട് ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്. മനസ്സിലായ? നീയൊക്കെ ഇപ്പോഴും അവനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അന്നൊക്കെ നിന്റെയൊക്കെ സംഘടനയ്ക്ക് അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച സംഘടനയാണ്. അതുകൊണ്ടാണ് ഇതേ കണക്ക് ഒറ്റുകാരന സെക്രട്ടറി സ്ഥാനത്ത് നീയൊക്കെ ഇപ്പോഴും അവരോധിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ഒറ്റുകാരൻ ഉള്ളത് ഇനി നീയൊക്കെ വേറെ എന്തെങ്കിലും ഒറ്റുണ്ടെങ്കിൽ പറയും. ഓക്കെ, ഇനി അവൻ തന്നെ പറഞ്ഞു വന്നുണ്ട്. ഈ മല്ലുവിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അവിടെ ഒരു ദിവസം, 11-ാം തീയതി അങ്ങനെ ഒരു ദിവസം, അതിന് 12-ാം തീയതി അത്. ആ മല്ലുവിൻ്റെ ഭാര്യ പോയതിന് ശേഷമാണ് ഷാരു വന്നത്. ഈ എന്താണ് ഈ മറ്റേ ജിയാനും മറ്റേ സൗദി പെണ്ണും ഒക്കെ വരുന്നത്. ഓക്കെ, അതൊക്കെ പറഞ്ഞത് യവനാണ്. അതൊക്കെ എനിക്ക് മെസ്സേജായിട്ട് അയച്ചത് ഈ ഒറ്റുകാരനാണ്. ഓക്കെ, എന്നിട്ട് യവനാ നീ മല്ലുവിൻ്റെ ആൾക്കാരൊക്കെ പോയിട്ട് അയ്യോ യവനാ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് എന്ന് പറയുന്നു. നീയൊക്കെ എന്തറിഞ്ഞിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നവനേക്കാ? നമ്പർ 1 ഒറ്റാണവൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുലംകുത്തിയുടെ എക്സ്ട്രീം വെർഷനാണ് ഈ അരിയണ്ണൻ. മനസ്സിലായ? കുലംകുത്തി എന്നുള്ളതിൻ്റെ എക്സ്ട്രീം അറ്റോണവൻ. ഈ കുലംകുത്തിയ നിന്റെ സംഘടനയിലൊക്കെ നീയൊക്കെ വെച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അത്രയ്ക്ക് ദാരിദ്ര്യമാണ്. നീയൊക്കെ വെറും ദാരിദ്ര്യം പിടിച്ചവന്മാരാണ്. കഴിവില്ലാത്ത ആൾക്കാരാണോ നിന്റെ സംഘടനയിലൊക്കെ ഉള്ളത്? അതുകൊണ്ടാണോ ഇതേ കണക്ക് ഒരു ഒറ്റുകാരന അല്ലെങ്കിൽ ഇതേ കണക്കത്തെ ഒരുത്തരെ പിടിച്ച് നിന്റെയൊക്കെ സംഘടനയുടെ സെക്രട്ടറി സ്ഥാനത്ത് നീയൊക്കെ അവരോധിച്ച് വെച്ചേക്കുന്നത്? ഇനി കുലംകുത്തിയെ കുറിച്ച് അത് പറയണ്ടല്ലോ, അടുത്ത പാർട്ട്. അപ്പോൾ ഇനി അരിയണ്ണൻ കുലംകുത്തിയാണെന്നുള്ളതിന് ഇനി ആർക്ക് സംശയമില്ലല്ലേ? ഇനി ആർക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കുലംകുത്തി ഡീറ്റെയിലൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. അതായത് കാണണം കേട്ടാ, സമയം കിട്ടുമ്പോൾ ഇടാം, കാണണം കേട്ടാ. പ്രത്യേകിച്ച് അരിയണ്ണൻ്റെ ചിന്താശേഷി ഇല്ലാത്ത ഫോളോവേഴ്സ് നീയൊക്കെ വന്ന് കാണണം. എന്നിട്ട് അവൻ ആണാണ് ഇതിന് ആണത്തമാണെന്നാണ് വിളിക്കുന്നത്, അതാ വേറെ എന്തെങ്കിലും പേരാണ് വിളിക്കുന്നത് എന്നുള്ളത് അവൻ്റെ കമൻറ്റ് ബോക്സിൽ കാണണം എനിക്ക് കേട്ടാ. അവൻ്റെ കമൻറ്റിൽ പോയി ചോദിക്കണം, ഇമ്മാതിരി ചെറ്റത്തരം ചെയ്യുന്നവനെ ആണെന്നാണ് വിളിക്കുന്നത്, വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കണം എന്നുള്ളത്. ആണും പെണ്ണും എന്നുള്ള പേരിട്ട് വിളിക്കാൻ പറ്റില്ല. ആണും അല്ല പെണ്ണും അല്ല, വേറെ എന്തെങ്കിലും പേരുകൾ അവൻ ഇടാന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് നീയൊക്കെ അവൻ്റെ കമൻറ്റ് ബോക്സ് വിളിക്കുക. ഓക്കെ, അപ്പോൾ മൂന്നാമത്തത് അരിയണ്ട തള്ള്. അരിയണ്ട തള്ളിൽ ആദ്യ തള്ള് യവന്മാരുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട തള്ള് തന്നെയാണ്. ഓക്കെ, ഒരു സൊസൈറ്റിയായിട്ട് മാത്രം രൂപീകരിച്ചിരിക്കുന്ന ഒരു സാധനമാണ് കിക്ക്. നമുക്ക് ആർക്കും രൂപീകരിക്കാം, നോ പ്രശ്നം. 7 പേരുടെ ഒരു കൂട്ടം ഉണ്ടോ, ആർക്കും പോയി രജിസ്റ്റർ ചെയ്യാം. മാക്സിമം ചിലവ് വരുന്നത് ഒരു 2500 രൂപ. മാക്സിമം ചിലവ് ഒരു 2500 രൂപ. ഓക്കെ, എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ വേറെ ആർക്കും പണിക്കിരുത്താണെന്നുണ്ടെങ്കിൽ അവർക്കൂടെ പണി കൊടുക്കാം, അതിൻ്റെ പൈസ കൂടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ 2500 രൂപ മാക്സിമം, അത്രേ ഉള്ളൂ. ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ അവരുടെ സൈറ്റ് എടുക്കുക, ഇത് രജിസ്റ്റർ ഉള്ള കേരള ഗവൺമെൻറ് സൈറ്റ് ഉണ്ട്, അത് എടുക്കുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മെമ്പർമാരുടെ ലിസ്റ്റുകളെല്ലാം പൂരിപ്പിക്കുക, പിന്നെ ഒരു മെമ്മോറാണ്ടം റെഡിയാക്കുക, പിന്നെ അതിനുശേഷം ഒരു ഒരു ബൈലോ റെഡിയാക്കുക, പിന്നെ ഒരു രജിസ്റ്ററാക്കി കൊടുക്കാനുള്ള ഒരു അപേക്ഷ. ഇത് ഇത്ര സാധനം റെഡിയാക്കുക, സ്കാൻ ചെയ്യുക, അതിനുശേഷം എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യുക, 1500 കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ രജിസ്ട്രേഷൻ പരിപാടി. അതിനുശേഷം നിങ്ങൾ യോഗം ചേർന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പറിൽ എത്ര പേരാണ് യോഗം ചേർന്നത്, 7 പേര് കൂടുതൽ വേണം, 7 പേരോട് സൈൻ ചെയ്യുക. അതിനുശേഷം അവരുടെ എല്ലാ ആധാർ കാർഡ് മേടിക്കുക, സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്യിക്കുക. അതിനുശേഷം ഒരാൾ ഇതെല്ലാം കൂടെ കൊണ്ട് രജിസ്ട്രാറിൻ്റെ അവിടെ നിന്ന് നോട്ടീസ് വരും, ഇന്ന ടൈമിൽ ചെല്ലണമെന്ന് പറഞ്ഞു എടുക്കുക, രജിസ്ട്രാറിൻ്റെ ചെല്ലുക, കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് രജിസ്റ്ററായി. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള രീതി, ഒരു സംഘടന രജിസ്റ്റർ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അരിയണ്ണൻ എന്ന് പറഞ്ഞവൻ്റെ തള്ള് നമ്പർ 1 കേട്ടോ. അപ്പോൾ അതിനുണ്ട് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കൊണ്ടുവരാൻ തന്നെ കാരണം ഈ കേരള പിന്നെ ആരും കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഒരു സ്ട്രഗിൾ ആയിരുന്നു. രജിസ്ട്രേഷനൊക്കെ ഭയങ്കര പാടുള്ള പരിപാടിയായിരുന്നു. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോയി
അപ്പോൾ ലൈക്ക് കുറേ ചോദ്യങ്ങൾ ഒരു പുതിയ അസോസിയേഷൻ വരുമ്പോൾ അതിലുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ എത്ര പേരാണോ കമ്മിറ്റിയിലുള്ള അത്ര പേര് മജിസ്ട്രേറ്റിന് മുന്നിൽ പോകും, പോലീസ് വെരിഫിക്കേഷൻ ചെയ്യും അത്ര പേരെ. അപ്പം ആലോചിച്ച് നോക്ക്. എന്തൊക്കെ തള്ളടാ. മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിൽ നീയൊക്കെ എല്ലാം കൂടെ എന്തുണ്ടാക്കാനായിട്ട് പോയത്? മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിൽ പോയി നീയൊക്കെ എന്തുണ്ടാക്കാനാണ് പോയത്? മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിലോട്ട് രജിസ്ട്രാർ, അത് ജില്ലാ രജിസ്ട്രാർ എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അവിടുത്തെ ജില്ലയുടെ രജിസ്ട്രാറുടെ ഓഫീസിൽ പോകണം. അത് നീയൊക്കെ എല്ലായിടൊന്നും പോകണ്ട, ആകെ ഒരുത്ത പോയാൽ മതി. എല്ലാവരുടെ സിഗ്നേച്ചർ കളക്ട് ചെയ്യുക, എല്ലാവരുടെ ആധാർ കാർഡ് കളക്ട് ചെയ്യുക, നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മതി. മനസ്സിലായ? പോലീസ് വെരിഫിക്കേഷൻ എന്തോന്നാണ് നീയൊക്ക? എന്ത് തള്ളടാ തള്ളുന്ന പോലീസ് വെരിഫിക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. എടാ ഒരു സൈക്കിള് ഗ്രൂപ്പ് നീ കേട്ടിട്ടുണ്ട്? സൈക്കിളൊക്കെ ഓടിക്കുന്ന പിള്ളേർ, നാട്ടിലെ ക്ലബ്ബ്, പള്ളി കമ്മിറ്റിക്കാർ, പിന്നെ ക്ഷേത്ര കമ്മിറ്റിക്കാർ, അവരൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. പിന്നെ ഇതൊന്നും അല്ല, വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വോയിസ് ഒക്കെ എവിടെയേ കാണുന്നത്, ഇത് അപ്പിയെടുക്കാം. അതായത് കേന്ദ്ര ഇന്റലിജൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു യവന്മാരെയൊക്കെ ഈ സംഘടന കിക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന്, ഒരു സൊസൈറ്റി കിക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് അത് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വോയിസ് ഉണ്ടായിരുന്നു. തപ്പിയെടുത്തിട്ട് ഞാൻ എപ്പോഴും ഇടാം. ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇടാം എപ്പോഴെങ്കിലും. ഓക്കെ, ഇങ്ങനെ ഒരു വോയിസ് ഉണ്ട്. ഇല്ലാന്നവൻ പറയത്തില്ല. സാറിനെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഇല്ലാന്നവൻ പറയൂല കേട്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോലീസ് വെരിഫിക്കേഷൻ. പിന്നെ പറയുന്നില്ല എന്താ നിനക്കൊക്കെ ചെന്തെന്നടാ നീയൊക്കെ? നിനക്ക് നാണമാനമില്ല അവനൊക്കെ. തള്ളുന്നതിന് ഒരു മിനിമം ഇതുണ്ട്. ബിൽഡിങ് ഇല്ല, ബിൽഡിങ് കുറച്ച് നീങ്ങിയിട്ടുള്ളൂ, അത്രയ്ക്കുള്ള തള്ളായിട്ടുള്ളൂ. നിങ്ങൾ പേടിക്കണ്ട, കുറച്ച് നീങ്ങിയിട്ടുള്ള ബിൽഡിങ്. കാരണം തള്ള് വളരെ കുഴപ്പമില്ല തോന്നുന്നു നമുക്ക്. അപ്പോൾ അടുത്ത തള്ള് കേൾക്കാം, അടുത്ത തള്ള് എന്താണെന്നുള്ളത്. അപ്പൊ തള്ള് നമ്പർ 2. ഫിലിമിലേക്കുള്ള ഒരു ചാൻസ് പോലും നഷ്ടപ്പെട്ടു. അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്, കുറെ പറയുന്നുണ്ട്. അയാൾക്ക് ഫിലിമിൽ ചാൻസ് ആണെന്നുണ്ടെങ്കിൽ ഇനി വായിക്കാൻ പോയിട്ട്, ബിക്കോസ് ഞാൻ സിനിമാക്കാരായിട്ട് അത്രയും ക്ലോസ് റിലേഷൻസ് ആണ്. ഇതിന്റെ ഒരു പടം ഇപ്പൊ അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ ടീമായിട്ട് വർക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ദൈവമേ, ബിൽഡിംഗ് ഇപ്പൊ നല്ലോണം നീങ്ങി. ഇപ്പൊ നമ്മള് റാസൽ കൈമയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ദുബൈയിൽ ഇരിക്കുകയായിരുന്നു, ഇപ്പൊ റാസൽ കൈമയിൽ എത്തി. തള്ള് കുറച്ച് കൂടുതലാണ്. അതായത് പ്രൊഡക്ഷൻ ടീം സിനിമാക്കാരുമായിട്ട് ഞാൻ ഭയങ്കര സെറ്റപ്പിലാണ്. എന്തോന്നടാ നീ എന്തോന്നടാ ഇത്? രണ്ട് കാര്യമുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിനുവിൻ്റെ അവസരങ്ങളാണ് ഇവൻ നഷ്ടപ്പെട്ടത്. അവൻ്റെ വീഡിയോകൾ കൊണ്ട് ജിനുവിൻ്റെ ഒരുപാട് അവസരം നഷ്ടപ്പെട്ട് അതിനെതിരെ എനിക്ക് കേസ് കൊടുക്കുന്നുണ്ട്. അത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നുണ്ട്, അത് മേടിക്കണ്ട, അത് വേറെ കാര്യം. പക്ഷേ യവനെ കൊണ്ട് ഈ സിനിമ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറയുന്നത് ഇവർ സിനിമാക്കാരായിട്ട് ഭയങ്കര ബന്ധമാണ്. ശരിയാണ്, അത് കേസായി കൊടുത്തിട്ടുണ്ട്, നല്ല ബന്ധത്തിലാണ് അവരൊക്കെ. പിന്നെന്താണ്, അവനൊരു സിനിമ എടുക്കുന്ന ഒരു സിനിമ എടുക്കുന്നുണ്ട് അവൻ പ്രൊഡക്ഷൻ ടീമുമായിട്ട്. ഇല്ല, എന്താ ചെയ്യുക? വലിയ നല്ലോണം നീങ്ങി എത്തിയിട്ടുണ്ട്, വേറെ സ്ഥലത്ത് എത്തിപ്പെട്ടോ. ഇനിയിപ്പോൾ റേഞ്ച് കിട്ടുമെന്തോ അറിയത്തില്ല നമുക്ക്. എന്തായാലും ഇനി തള്ളു നമ്പർ 3 പോകാം. എന്താണെന്ന് അറിയണമല്ലോ. എനിക്ക് തോന്നുന്നില്ല വേറൊരു സംഘടന ഇപ്പൊ അമ്മ പോലത്തെ ഒരു സംഘടന ദിലീപിന്റെ കേസ് വന്നപ്പോ എന്താ ചെയ്തേ? ദേ വെന്റ് ഓൺ ആൻഡ് സപ്പോർട്ട്, ബ്ലൈൻഡ് സപ്പോർട്ടായിരുന്നു. WCC വരെ ഉണ്ടാതിരുന്നില്ലേ? യവന്മാരുടെ സംഘടനയെ കുറിച്ചുള്ള പൊക്കിപ്പറച്ചിലാണ്. അതായത് സംഘടന അങ്ങ് മറിച്ചവന്മാരുടെ മല്ലു കേസൊക്കെ അതൊക്കെ മറിച്ച് അവന്മാർ മല്ലു കേസൊന്നും മറിച്ചൊന്നുമില്ല. ഗതികെട്ട് മല്ലുവിനെ പുറത്താക്കുക. കാരണം മല്ലുവിനെ പുറത്താക്കുക എന്നുള്ള അവൻ്റെ ലക്ഷ്യമാണല്ലോ. കാരണം അകത്തൂടെ പണി കൊടുക്കുന്ന അവൻ്റെ ലക്ഷ്യമാണ് മല്ലുവിനെ പുറത്താക്കുക എന്നുള്ളത്. അപ്പം അതാണ് അവന്മാരോട് നടപ്പാക്കിയത്. എന്നിട്ട് പറയാണ് വേറെ ഒരു സംഘടനയിൽ എത്ര ദിലീപിൻ്റെ കേസ് വന്നപ്പോൾ അമ്മ സംഘടന വരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നാണ്. പറഞ്ഞെന്താണ്, ആ ടൈമിൽ WCC വരെ മിണ്ടിയില്ല. ദിലീപിൻ്റെ കേസ് വന്നപ്പോൾ WCC വരെ മിണ്ടിയില്ല. ആ പൊട്ട ആ ടൈം ദിലീപിൻ്റെ കേസ് ഉള്ളപ്പം WCC ഇല്ല. ഓക്കെ, ആ കേസുള്ള സമയത്ത് WCC ഇല്ല. ആ കേസ് വന്ന സമയത്ത് അതിന് ശേഷമാണ് WCC രൂപീകരിച്ചത്. അപ്പോൾ ഇല്ലാത്തൊരു സംഘടന എങ്ങനെയാടാ ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കുന്നത്? എടാ ഇതൊക്കെ തള്ളല്ലാതെ എനിക്ക് വേറെ ഒരു മാങ്ങ അറിയത്തില്ലടാ. തള്ളി 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 നിൻ്റെയൊക്കെ എന്താ വലിയ ഇതേമേ. ബിൽഡിങ് അവിടെ പോയിട്ട് നമ്മൾ തിരിച്ചു കളിയപ്പോൾ കറക്റ്റ് സ്ഥലത്ത് വന്നിട്ടുണ്ട്. വളരെ എന്തായാലും ഇതൊക്കെയാണ് അരിയണ്ണൻ്റെ തള്ളുകൾ. അപ്പോൾ തള്ള് ഉണ്ടെന്നുള്ള മനസ്സിലായല്ലോ. ഒന്ന്, സിനിമ. അണ്ണൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ട ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ചെല്ല്. ആരാധകരൊക്കെ എൻ്റെ 7 ലക്ഷം സബ്സ്ക്രൈബ് അല്ല ചിന്താമൂടം ഇല്ലാത്തവന്മാരൊക്കെ ഇല്ലേ, ചെല്ല്. കുടയൊക്കെ പിടിക്കാൻ പോവാം അരിയണ്ണന് കുട പിടിക്കാൻ പോവാം, ബാഗ് എടുക്കാൻ പോവാം കേട്ടാ. ചെല്ലണം കേട്ടാ. അരിയണ്ണൻ സിനിമ അഭിനയിക്കാൻ പോവുകയാണ്. പ്രൊഡക്ഷൻ ടീമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരിയണ്ണൻ സിനിമ അഭിനയിക്കാൻ പോവുകയാണ്. സിനിമ നടനായി അരിയണ്ണൻ. അപ്പോൾ അരിയണ്ണൻ സിനിമ നടനായിട്ടുണ്ട്. ഞാൻ ചെല്ലി. അപ്പോൾ അങ്ങനെ പിന്നെ എന്തായാലും തള്ളു നമ്പർ 1, 2, 3 ഒക്കെ കേട്ടല്ലോ. അപ്പോൾ ഇത് ഒക്കെയാണ് അരിയണ്ണൻ്റെ തള്ളുകൾ.
പിന്നെ നമ്മളെ പോലീസ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാടേ 10 വരെ പോലീസ് വെരിഫിക്കേഷൻ ചെയ്താ നാളില്ലടാ എനിക്കൊക്കെ. അപ്പോൾ അരിയണ്ണൻ്റെ 2 സെക്ഷൻ കഴിഞ്ഞിട്ട് 3ാമത്തെ സെക്ഷനാണ് അരിയണ്ണൻ്റെ ഉടായ്പ്. ഓക്കെ, അരിയണ്ണൻ്റെ ഉടായ്പിൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്നതാണ് ചാറ്റ്. അവൻ കുറേ ചാറ്റുകൾ കാണിച്ചല്ലോ, അതിൻ്റെ എക്സ്പ്ലെയിൻ അവൻ ചാറ്റ് കാണിച്ചതുകൊണ്ട് ഞാൻ ആ ചാറ്റ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടണല്ലോ. അപ്പോൾ ആദ്യം കാണുക, ഈ സ്ക്രീൻഷോട്ട് ഒന്ന് നോക്കുക. ജാനുവരി 19 7:32 PM UAE ടൈമാണ് കേട്ടോ. എല്ലാ UAE ടൈമാണ്. അപ്പോൾ അവിടെ കാണിക്കുന്നത് ഇന്ത്യൻ ടൈം ആയിരിക്കും, ഞാൻ ഇവിടെ കാണിക്കുന്നത് UAE ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ UAE ടൈം 7:32 അവൻ എനിക്ക് അയച്ചതാണ്. ഷെഫീനെ ചേച്ചി അവൻ വിളിച്ചു, അവർ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞു. പോസിബിൾ ആണെങ്കിൽ എൻ്റെ അടുത്ത് അവരുടെ സംസാരിക്കാൻ പറഞ്ഞു. ഓക്കെ, അവന് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ നോക്കട്ടെ നടക്കണം അവൻ പറയുന്നത്. 19 ജാൻ അന്ന് തന്നെ. ഓക്കെ, 19 ജാൻ 11:03. ഓക്കെ, അതായത് ഇവിടുത്തെ UAE ടൈം 11:03, അതായത് നാട്ടിൽ 12-12:30 ടൈമിൽ, നാട്ടിലെ 12:30 മണിക്കോ എണീറ്റിരുന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. ഷീ ഡിഡ്ന്റ് കോൾ മീ ബാക്ക്, ലെറ്റ് സീ ടുമോറോ, ഐ വിൽ ഗീവ് 1 more കോൾ. ഓക്കെ, ഇന്ന് അവർ തിരിച്ച് വിളിച്ചില്ല, അതായത് ഷെഫീനെ ചേച്ചി ഇന്ന് തിരിച്ച് വിളിച്ചില്ല. അവൻ നാളെ അങ്ങോട്ട് വിളിച്ച് തന്നെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 20-ാം തീയതി അവൻ വിളിച്ചു. അവൻ 20-ാം തീയതി വിളിച്ചിട്ട് UAE ടൈം 1:56 എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. ഞാൻ അവരായിട്ട് സംസാരിച്ചു, പിന്നെ എൻ്റെ സൈഡ് അങ്ങോട്ട് പറഞ്ഞു, അവരുടെ സൈഡ് ഇങ്ങോട്ട് പറഞ്ഞു, രണ്ടുപേരും തമ്മിൽ ഹേറ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് ഇട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ 1:56 അവൻ മെസ്സേജ് ഇട്ട് ഞാനൊരു തമ്പ് മാത്രം ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ വേറെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. അന്ന് രാത്രി UAE ടൈം, പ്രത്യേകിച്ച് UAE ടൈം പറയുന്നത്, അല്ലാതെ യവന്മാരുടെ കുറേ ചിന്താശേഷി ഇല്ലാത്തമാർ ഇവിടെ വന്നിട്ട് പറയും അവൻ്റെ ടൈം നിൻ്റെ ടൈം തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയും. അതുകൊണ്ടാണ് UAE ടൈം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഓക്കെ, അവന്മാർ ബോധമില്ലാത്തവന്മാർ ഞാൻ പിന്നെ എന്ത് പറയാനായിട്ടാണ് ഇങ്ങനെ തന്നെ പറയട്ടെ. ഇടയ്ക്കിടയ്ക്ക് അവന്മാർക്ക് എല്ലാം മറ്റേ സ്കൂളിൽ കോരി മറ്റേ വായിക്കൽ അണ്ണാക്കി കയറ്റി കൊടുക്കണം, എങ്കിലും അവന്മാർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ചിന്താശേഷി ഇല്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ 20-ാം തീയതി 7:21 അവൻ തന്നെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു. എൻ്റെ സ്റ്റോറി, ഞാൻ അപ്പോൾ സ്റ്റോറി ഇടുന്നുണ്ട്, അവന് മെസ്സേജ് അയക്കുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോറിക്ക് അവൻ മെസ്സേജ് ഇട്ടേക്കാണ്. ഐ ആൾറെഡി സ്പോക്ക് ടു ഹർ അബൌട്ട് നെഗോസിയേഷൻ മാറ്റർ ലെറ്റ്, അതായത് നെഗോസിയേഷനൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നെഗോസിയേഷനൊക്കെ നമ്മൾ കണ്ട്. അതിന് നമ്മൾ പറയുന്നത് വേറെ പേരാണ് പറയുന്നത്. അത് കോടതിയിൽ നീ അതിൻ്റെ മറുപടി കോടതി പറയണം കേട്ടോ. ജിനുവിന് പയണം കൊടുക്കാന്നൊക്കെ പറഞ്ഞതിൻ്റെ മറുപടി ഇല്ലേ, നീ കോടതി പറയണം. പിന്നെ അതിൻ്റെ തന്നെ പറയുന്നുണ്ട് ജിനുവിൻ്റെ അടുത്ത് സംസാരിക്കാം, ഷഫീനെ അടുത്ത് സംസാരിക്കാം, നെഗോസിയേഷൻസ് സംസാരിക്കാം. പിന്നെ എൻ്റെ അടുത്ത് പറയുന്നത് നീ അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ അറിയുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞു ഞാൻ അതിൻ്റെ അപ്ഡേറ്റുകളൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ഇത്തിരി ബിസി ആയിരുന്നു, ഷെഫീനെ ചേച്ചി ബിസി ആയിരുന്നു, അവരെ വേറെ എന്തൊക്കെ ഉണ്ട്, ഇപ്പോൾ ഒരു ലൈവിലാണ് എന്നുള്ളത് ഞാൻ 7:21 ടൈമിൽ പറയുന്നുണ്ട്. ഓക്കെ, എങ്കിൽ യവൻ എനിക്ക് ആദ്യത്തെ മെസ്സേജ് ആയ ഈ 1:56 മെസ്സേജ് അയക്കുമ്പോൾ, ഓക്കെ 1:56 UAE ടൈം 1:56 എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഷെഫീന ചേച്ചി എനിക്ക് കോൾ റെക്കോർഡ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 12:41, അതായത് ജനുവരി 20 12:41 ഷെഫീന ചേച്ചി എനിക്ക് ഈ കോൾ റെക്കോർഡ് അയച്ചു തന്നു. ഓക്കെ, ആ കോൾ റെക്കോർഡ് ഞാൻ കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഉടായ്പകളെല്ലാം ഞാൻ പൊക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതെവിടെയാണോ എത്തിക്കാനുള്ളത് അവർക്കിത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നീ നല്ലോണം അറിഞ്ഞോ, നീ നല്ല വൃത്തിക്ക് കേട്ടോ. ഓക്കെ, ഈ കോൾ റെക്കോർഡ് എൻ്റെ കിട്ടി. ഈ കോൾ റെക്കോർഡ് ഞാൻ കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുള്ള നീ പറഞ്ഞ സാധനങ്ങൾ, ഓക്കെ, അതായത് സൈനയുടെ സാധനം, മറ്റവനെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് വന്നതിൻ്റെ 2 മാസത്തെ പ്രിപ്പറേഷൻ, ഈ സംഭവങ്ങളെല്ലാം കേട്ടപ്പോൾ തന്നെ ഇത് എത്തിക്കാനുള്ള സ്ഥലത്ത് ഞാൻ എത്തിച്ചു. പിന്നെ നമ്മൾ എന്താ ചെയ്യാനുള്ളത്, പിന്നെ നമ്മൾ എന്താണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്, നിന്റെ കയ്യിൽ നിന്ന് മാക്സിമം ചോർത്തുക എന്നുള്ളതല്ല നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഈ 12:41 എൻ്റെ കിട്ടിയ, അതായത് നീ ഷെഫീന ചേച്ചിയോട് സംസാരിച്ച സാധനം 12:41 കിട്ടിയ, അതിൻ്റെ അകത്ത് നീ പോസ്കോ കാര്യങ്ങളെല്ലാം മുതുകാടിന് പോസ്കോ ഉണ്ട്, പ്രകൃതി വിരുദ്ധമുണ്ട് എന്നെല്ലാം കേട്ടത് നിന്റെ അടുത്ത് നിന്ന് അല്ലേ, നിന്റെ അടുത്ത് നല്ല കേൾക്കുന്ന. അത് വെച്ചുകൊണ്ടാണ് നീ പറഞ്ഞേക്കുന്ന ചാറ്റ് ഉണ്ടല്ലോ, ഞാൻ ആ ചാറ്റ് ഞങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ച് ആണ് നിന്റെ അടുത്ത് ചാറ്റ് ചെയ്തത്. ഓക്കെ, മുതുകാടിന് ഗുണ്ടകളുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഇട്ട് വന്നപ്പോൾ നീ അവിടെ നിന്ന് ഛർദ്ദിച്ച വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മുതുകാടിൻ്റെ ബാക്കിൽ 3 പേരുണ്ട് എന്നാണ് നീ പറഞ്ഞത്. മുതുകാടിൻ്റെ ബാക്കിൽ 3 പേരുണ്ട്, അവരാണ് ശക്തർ, അവരാണ് നിന്നെ കൊല്ലാൻ നോക്കുന്നത്, അവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, അവരാണ് ഭീകരർ എന്ന് നീ പറഞ്ഞ് ആ സാധനവും
ഞാൻ എത്തിക്കാളടുത്ത് എത്തിച്ചു. അപ്പൊ നിന്റെ സാധനം ചോർത്താൻ തന്നെയാണ് ബാക്കി ചാറ്റ് നീ ഇട്ടേക്കുന്ന നീണ്ട ചാറ്റുകളുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞത്. ഓക്കെ, അല്ലാതെ എനിക്ക് തലക്കോളമുള്ളതല്ല. അല്ല നിന്നെ കണക്കൊരു ഒറ്റുകാരനെയോ നിന്നെ കണക്കൊരു ബെടായി വീരനെയോ വിശ്വസിക്കേണ്ട അവസ്ഥ എനിക്കില്ല പോലെ കേട്ടാ. അപ്പൊ കുണുവാവ ഇനിയെങ്കിലും മനസ്സിലാക്കുക, കുണുവാവയെ നമ്മൾ വിശ്വസിക്കാൻ റെഡിയല്ല. കുണുവാവെ നമ്മൾ വിശ്വസിക്കൂല. ഓക്കെ, കുണുവാവ നല്ല ഉഗ്രായി മറ്റേ കുലംകുത്തിയും കുണുവാവ നല്ല ഉഗ്രായി ബെടായി വീരനുമാണ്. അങ്ങനെയുള്ള നിന്നെ ഈ വോയിസും കേട്ട് നിന്നെ ഞാൻ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പൊട്ടനായിരിക്കണം കേട്ടാ. അതിനൊന്നും കേൾക്കാതെ ഒട്ടനായിരിക്കണം നിന്നെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നിന്റെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള ചോർത്താൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത്, ഓക്കെ, ഇത് എത്തിക്കാളടുത്ത് എത്തിച്ചതിന് ശേഷം പ്ലാൻ ചെയ്ത് പറഞ്ഞ സാധനങ്ങളാണ് നീ അതിൻ്റെ അകത്ത് കാണുന്നത് കേട്ടാടാ അരി അണ്ണ കേട്ടാ. അപ്പൊ അരി അണ്ണൻ ഇപ്പൊ മനസ്സിലായ എന്താണെന്നുള്ളത്? അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഞാൻ ചെയ്ത ചാറ്റിന്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ശ്രദ്ധിപ്പിച്ചെടുത്ത് എന്താണ് 3 പേരും കൂടെ ഉണ്ടെന്നുള്ളത്. ആ 3 പേരെ പേര് നീ പറഞ്ഞില്ല. അത് നീ അവിടെ പറയണം. കോടതിയും പോലീസൊക്കെ വന്ന് ഇതിൻ്റെ അടുത്ത് ഉണ്ടാക്കുമ്പോൾ നീ പറയണം ആ 3 പേര് അങ്ങനെ ഉണ്ടെന്നുള്ളത്. നീ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു 3 പേരുണ്ടെന്നുള്ളത് നീ ഇതിൻ്റെ അകത്ത് പറയണം. അവർ ചോദിക്കാണ്ട് പറയണം. നിന്നെ കൊണ്ട് പേര് പറയിപ്പിക്കാൻ പറ്റുന്ന പണിയെല്ലാം ഞാൻ നോക്കി, പക്ഷേ നീ അതിൻ്റെ അകത്ത് വീണില്ല. നീ ആ പേരുകൾ പറഞ്ഞില്ല, കാരണം നിനക്ക് പേര് അറിയത്തില്ല. കാരണം അങ്ങനെ ഒരു ആൾക്കാരും ഇല്ല, അങ്ങനെ ഒരു പേരുകളും ഇല്ലാത്ത കാരണം നിനക്ക് പറയാൻ പറ്റില്ല. ഇതാണ് ചാറ്റിൻ്റെ ബാക്കി കാണുന്ന ഭാഗങ്ങൾ. ഓക്കെ, 12:41 എനിക്കിത് കിട്ടി. നീ എനിക്ക് മെസ്സേജ് അയക്കുന്നത് അവരുടെ സംസാരിച്ചെന്ന് പറഞ്ഞ് അയക്കുന്നത് ഇവിടുത്തെ ടൈം 1:56. അതിൻ്റെ മുന്നേ മോനെ എൻ്റെ കയ്യിൽ സാധനം കിട്ടി. ഓക്കെ, 1:56. നിൻ്റെ അടുത്ത് ഞാൻ മറ്റേ ചാറ്റ് ചെയ്യുന്ന ടൈം നീ എടുത്ത് നോക്കിക്കോ. രാത്രി, അതായത് 7:21 വരെ, 7:21 ശേഷം, അന്നത്തെ ദിവസം 7:21 ശേഷമാണ് നിൻ്റെ അടുത്ത് ഞാൻ ചാറ്റ് ചെയ്യുന്നത് കേട്ടാ. അപ്പോൾ മോനെ കളി എനിക്ക് നല്ല വൃത്തിക്കറിയാം. കളി എനിക്ക് നല്ല വൃത്തിക്കറിയാം, എങ്ങനെ കളിക്കണമെന്ന് എനിക്കറിയാം. ആ എന്നെ നീ വന്ന് മറ്റേ ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് കേട്ടാ. നിന്റെ ഉണ്ടാക്കിൽ വീഴുന്ന ഉണ്ടാക്കല്ല എൻ്റെ കയ്യിലുള്ളത്, മനസ്സിലായല്ലേ? അപ്പോൾ എക്സ്പ്ലനേഷനൊക്കെ കൃത്യമായിട്ട് നിനക്കും നിന്റെ മൂളയില്ലാത്ത ആരാധകർക്കും കൃത്യമായിട്ട് കിട്ടിയല്ലേ. ഇനി ഉണ്ടാക്കാൻ വരരുത് കേട്ടാ. ഇനി ഏകദേശം മനസ്സിലായല്ലോ എൻ്റെ ചാറ്റ് എന്താണെന്നുള്ളത് നിനക്ക്. ഇനി ഷെഫീന ചേച്ചിയുടെ വോയിസ് ഉണ്ട്. ഷെഫീന ചേച്ചിയുടെ വോയിസ് നീ വേറെ ആളല്ലോ നിനക്കടുത്ത് അയച്ചെന്നാ. ആ ഒറ്റ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവിടെ ആ വോയിസ് കൊടുത്തത്. ആ ഒറ്റിനെ കണ്ടുപിടിക്കണമായിരുന്നു, അതുകൊണ്ടാണ് അന്ന് ആ വോയിസ് അവിടെ കൊടുത്തത്. ഓക്കെ, ആ വോയിസാണ് നിന്റെ വന്നത് കേട്ടാ. പക്ഷെ നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഷെഫീന ചേച്ചി തന്നെ ഇത് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഈ സ്ക്രീൻഷോട്ടിൽ 16 മിനിറ്റ് 18 സെക്കൻഡ് ഉള്ള വോയിസ് ക്ലിപ്പിൻ്റെ അകത്ത് ഷെഫീന ചേച്ചി തന്നെ നിന്റെ അടുത്ത് ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ കണ്ടവരെയൊക്കെ എടുത്തോണ്ടിരുന്നില്ല, നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി മോഹൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു. ചേച്ചിക്ക് ഉണ്ണി മോഹൻ എന്നുള്ള പേര് എൻ്റെ ഓർമ്മയില്ല. ചേച്ചി മോനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് മോനെ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഉള്ളത് കേട്ടാ. അപ്പോൾ ചേച്ചിയുടെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ നീങ്ങളൊന്ന് പറഞ്ഞു നോക്കാം, വേറെ എന്തെങ്കിലും ഛർദ്ദിക്കും. അപ്പം നീ ഛർദ്ദിച്ചത് എന്താണ്? എന്താണ് മുതുകാടിൻ്റെ ബാക്കിൽ വേറെ 2 പേരാ 3 പേരാ ഉണ്ടെന്നൊക്കെ നീ എടുത്ത് പറയുന്നുണ്ട്. ഷെഫീന ചേച്ചി പ്ലേ ആയിക്കട്ടെ ആ വോയിസ്. ഷെഫീന ചേച്ചി 10 പാർട്ടായിട്ട് പ്ലേ ആയിക്കും കേട്ടോ. അതിൻ്റെ തൊണ്ട് ഷെഫീന ചേച്ചി നിന്റെ അടുത്ത് പറയുന്നത്. അപ്പം നീ പറയുന്നത് നീ ഒരു ഇരയല്ല, അവരതാണ്. പിന്നെ നിന്റെ അടുത്ത് ഉണ്ണി മൂന്തനൊക്കെ കോംപ്രമൈസിന് വന്നു, ഇതൊക്കെ നീ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഉണ്ണി മൂന്തനെ തലയുടെ ബസ്സോടെ അല്ലേ, അതുകൊണ്ടാണ് ഉണ്ണി മൂന്തൻ നിന്റെ അടുത്ത് ഒരു കോംപ്രമൈസ് ആക്കെന്ന് പറയുന്നത് അല്ലേ. ഇനി ഞാൻ നിന്റെ അടുത്ത് പറയുന്നത്, നമ്മളാ ഈ കേസിൻ്റെ അകത്ത് നീ പെടുമെന്ന് പറഞ്ഞു. ഞാൻ വേണം നിനക്ക് ഇപ്പോഴേ പറഞ്ഞു എഴുതി ഒപ്പിട്ട് തരാം പെടുമെന്നുള്ളത് കേട്ടോ. ഇനി ജിനുവിൻ്റെ കേസിന് എന്തായാലും നിനക്കെതിരെ 1 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരം നമ്മളെ കിട്ടണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. 1 കോടി രൂപ നിനക്ക് നഷ്ടം. അപ്പം അതിന് വേണ്ടിയിട്ട് നീ ദ്രോഹിച്ച എല്ലാവരുടെ അടുത്തുനിന്നും, അതിനിപ്പോൾ ഉണ്ണി മുകുന്ദനാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ, ബാലയാണെങ്കിൽ ബാല, എല്ലാവരുടെ അടുത്തും ഞങ്ങൾ സഹായം ചോദിക്കും. എന്തിനാണ്? കേസ് നടത്താൻ. ആ കേസ് നടത്താൻ കേസിൻ്റെ അകത്ത് പൈസ കെട്ടിവെക്കണമല്ലോ. 10 ലക്ഷം രൂപ നമ്മൾ കെട്ടിവെച്ചാലേ 1 കോടിക്ക് ഇടാൻ പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ആരടുത്താണെങ്കിൽ അവർ സഹായം തരികയാണെങ്കിൽ ആ സഹായം നമ്മൾ സ്വീകരിക്കും. ഒളിച്ചെന്ന് പറയില്ല, പരസ്യമായിട്ട് പറയുന്നത്. നീ ദ്രോഹിച്ച നിന്നെ കാരണം പല ആൾക്കാരും കുത്തുപാള എടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഇതേ കണക്ക് ഇപ്പം ഈ മുതുകാരനൊക്കെ നീ ചെയ്യുന്ന കണക്ക് തെളിവില്ലാതെ വെറുതെ ഉണ്ട വെടികൾ മാത്രം, മറ്റേ തോക്കെടുത്ത് ഠേ 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 സൗണ്ട് മാത്രമുള്ളത്, നീയൊക്കെ തന്നെ സൗണ്ട് ഇടും, ഉണ്ടയില്ല. ഓക്കെ, അതേ കണക്ക് നീയൊക്കെ ഒരുപാട് ആൾക്കാരെ ദ്രോഹിച്ച സ്ഥിതിക്ക് അവരുടെ എല്ലാ സഹായങ്ങൾ തേടും. കാരണം ഒരു പൊതുവായിട്ടുള്ള ഒരു സാമൂഹ്യ വിപത്തിനെ നേരിടാൻ എല്ലാവരും കൂട്ടത്തോടെ നിൽക്കണം അല്ലേ. അപ്പം ആ കൂട്ടത്തോടെ നിൽക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത്? ആ ബാക്കിയുള്ള എല്ലാവരും ആ അഫക്റ്റഡ് പാർട്ടീസിനെ എല്ലാത്തിനെയും കണക്ട് ചെയ്തിട്ട്
ഇത് ചെയ്യും. ഓക്കെ, അപ്പോൾ ഷെഫീൻ ചേച്ചിയുടെ വോയിസ് പറഞ്ഞ കണക്ക് ഉണ്ണിമുഖൻ്റെ മാത്രമല്ല, നീ ഇതുവരെ ദ്രോഹിച്ച എല്ലാവരെയും ഞങ്ങൾ അണിനിരത്തും, സഹായം തേടും അവരിൽ നിന്നില്ല. കേട്ടോ, ഇപ്പം എനിക്ക് മനസ്സിലായില്ലേ? വ്യക്തമായിട്ട് കേട്ടല്ലോ. ഇത് മറ്റേ ഇതിൽ ഒളിച്ചു പറയുന്നതൊന്നുമല്ല, ഗൂഢാലോചന ഒന്നുമല്ല, പബ്ലിക്കായിട്ട് തന്നെ പറയാണ്. അങ്ങനെ തേടും, അതിലാരൊക്കെ സഹായത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും സഹായം സ്വീകരിക്കുകയും ചെയ്യും. ഇനി അരിയണ്ണൻ ഉത്തരം പറയാനുള്ള ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് എനിക്ക് പറഞ്ഞുതരാം. അങ്ങോട്ട് പറഞ്ഞുതരാം. നമ്മളെപ്പോഴും പറയുന്നത്, നിന്റെ വോയിസിലെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നീ തരേണ്ടത്, നിന്റെ വോയിസിന്റെ എക്സ്പ്ലനേഷൻ നീയാണ് തരേണ്ടത്. ഓക്കെ, സൈനയിലെ ഏതാളിൻ്റെ അടുത്താണ് പറഞ്ഞത് മുതുകാട് നിന്നെ 3 കൊല്ലുമെന്നുള്ളത്? പേരുണ്ടാ? പേരില്ലാത്ത ആൾക്കാരാണ് അതൊക്കെ. അവിടുന്ന് പോയതെല്ലാം പേരില്ലാത്തവന്മാരാണ്. ആണോ? നീ പറഞ്ഞിട്ടില്ല. നിന്റെ അടുത്ത് ഏത് സൈനയിലെ ആളാണ് നിന്റെ അടുത്ത് പറഞ്ഞത്? പേരുണ്ടാ? അതിനും പേരില്ല. സൈനയിലെ ഈ അവന്മാർ പോയിട്ട് അവിടെ നിന്ന് പോയി വീഡിയോ എടുത്ത് നിനക്ക് മാത്രമായിട്ട് അയച്ചു തന്നു. ആ വീഡിയോ എവിടാ വീഡിയോ? നീ പബ്ലിഷ് ചെയ്യാത്ത എന്താ വീഡിയോ? നീ പബ്ലിഷ് ചെയ്യാത്ത എന്ത് വീഡിയോ? നിനക്ക് ആരെടുത്ത് അയച്ചു തന്നെന്നും ഇന്ന ആളാണ് എനിക്കെടുത്ത് അയച്ചു തന്നത് ആ വീഡിയോ, ഇതാണ് ആ വീഡിയോ എന്ന് പറഞ്ഞ് നീ എടുത്ത് പബ്ലിഷ് ചെയ്യാത്ത എന്ത്? സൈനയിലെ ഇന്ന വ്യക്തിയാണ് എനിക്ക് ഇതേ കണക്ക് മുതുകാട് കൊല്ലുമെന്ന് പറഞ്ഞത് നിന്റെ അടുത്ത് പറഞ്ഞെന്നുള്ളത് നീ എന്തുകൊണ്ട് പറയുന്നില്ല? ഇതിനൊക്കെയുള്ള ഉത്തരമാണ് നീ നിന്റെ വോയിസ് പറയേണ്ടത്, അല്ലാതെ കണ അടിയല്ല. മനസ്സിലായൊക്കെ? അല്ലാതെ വന്ന് കിടന്ന് മറ്റേ കിളി പോയ കണക്കിടന്ന് ആ തുള്ളല്ല വരുന്നത്. കറക്റ്റായിട്ട് നീ പറയണ്ട, ഇതിനുള്ള ഉത്തരം പറയും. ഇനി നീ ഇതിനൊന്നും ഉത്തരം പറയണ്ട. ഒരു ഷിഹാബ് മറ്റേ പറഞ്ഞു വെക്ക്. ആണാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ ഇതടക്കൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഇതിനടക്ക് പറഞ്ഞു കഴിഞ്ഞ് ആ വെല്ലുവിളി വിളിച്ചു കഴിഞ്ഞാൽ നീ തോറ്റുപോകും. അതുകൊണ്ട് മാത്രം ഓക്കെ, ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നില്ല അത്. പക്ഷേ നിന്റെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ 7 ലക്ഷം ആൾക്കാരെടുത്ത് നിനക്ക് ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു സാമാനം പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന സാധനം ഉണ്ടല്ലോ, ജിനു ഗോപിക്കെതിരെ നീ കൊടുത്തൊരു സാധനമാണ്. ഇതിൻ്റെ അകത്ത് നീ പറയുന്നതാണ് ജിനു ഗോപിക്ക് ഹൈക്കോടതിയിൽ കേസുണ്ട്, ജിനു ഗോപി ക്രിമിനലാണ്, ഹൈക്കോടതി കേസുണ്ട്. ഇതൊക്കെ പോട്ടെ, അത് ഞാൻ വിട്ട്. അതിൻ്റെ താഴെ എഴുതിയേക്കുന്നൊരു സാമാനം നീ കണ്ടാ? എന്താണ് എഴുതി വെച്ചേക്കുന്നത്? ഹൈക്കോടതിയിൽ നിന്ന് ജിനു ഗോപിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഹൈക്കോടതി നിനക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. ആ പെർമിഷൻ ലെറ്റർ നീ ആണാണെങ്കിൽ ആ പെർമിഷൻ ലെറ്റർ നീ നിന്റെ വീഡിയോയിൽ കാണിക്കും. ഹൈക്കോടതി നിനക്ക് തന്ന പെർമിഷൻ ലെറ്റർ, ജിനു ഗോപിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് പെർമിഷൻ ലെറ്റർ തന്നില്ലേ? എന്നാലും എഴുതി വെച്ചേക്കുന്നത് നീ ആണാണെങ്കിൽ. പക്ഷെ ഞാൻ ആണാണെങ്കിൽ പറയുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നിനക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. പിന്നെ നീ ആണല്ലെന്ന് നിന്റെ പ്രേക്ഷകർ മൊത്തം പറയും. അതുകൊണ്ട് ഞാൻ അത് വാക്ക് ഉപയോഗിക്കുന്നില്ല. നിന്റെ പ്രേക്ഷകരെടുത്ത് നിനക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രം കേട്ടാ, ആത്മാർത്ഥം ഉണ്ടെങ്കിൽ മാത്രം നീ ആ പെർമിഷൻ ഇല്ലേ അവരെ കാണിച്ചു കൊടുക്കുക. നീ അങ്ങനെ പെർമിഷൻ ഇട്ടുകഴിഞ്ഞാൽ ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്ക് അറിയാലോ. ഫേക്കായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി എന്നൊക്കെ അറിയാമല്ലേ അല്ലേ? അപ്പോൾ നീ ഉണ്ടാക്കത്. അപ്പോൾ ഹൈക്കോടതി എടുക്കുന്ന പെർമിഷനേ ഹൈക്കോടതിയിൽ ഒന്ന് കാണിക്കണം. കേസ് വരാൻ നേരത്തെ ഹൈക്കോടതിയിൽ ഇതൊന്ന് കാണിക്കണം. ഈ പെർമിഷൻ ലെറ്റർ ഉണ്ടല്ലോ അത് ഉണ്ടാക്കിക്കൊണ്ട് വരണം നീ കേട്ടാ. പെർമിഷൻ കോടതി അന്നല്ലേ പറഞ്ഞു, അത് ഉണ്ടാക്കിയെടുത്തോണ്ട് വരണം. അപ്പം കോടതി എനിക്ക് ഒരു ഉണ്ടാക്കൽ തരും. ഇനി അതുമല്ല, അതും വിട്ടിട്ട് അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി കള്ളത്തരമാണ്. ഇതിപ്പോൾ കള്ളത്തരമാണെന്നുള്ളവരൊക്കെ ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സാധനം കാരണം ജിനുവിനെതിരെ ഒരു കേസുമില്ല, ജിനുവിനെതിരെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി കേസുമില്ല. നീയൊക്കെ ഇത് സാധനം തന്ന ശേഷം ഞങ്ങൾ അതിൻ്റെ NOC എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിനുവിനെതിരെ ഒരു ക്രിമിനൽ കേസുകളും ഇല്ല. ഓക്കെ, ക്രിമിനൽ കേസില്ലാത്ത അയാളെ ഫോട്ടോ എടുക്കാനായിട്ട് നിനക്ക് മറ്റേ ഹൈക്കോടതി പെർമിഷൻ തരാൻ പോണില്ലല്ലോ. ഓക്കെ, അപ്പം നീ തള്ളിയത് കൊള്ളായിരുന്നു, പക്ഷെ തള്ളൊരുമാതിരി തള്ളു കളരുത് കേട്ടാ. അപ്പോൾ ഈ കേസിൽ നീ വന്നിട്ട് കോടതിയിൽ പറയണം, മുള്ളരുത്. പെർമിഷൻ ഇല്ലേ കാണിക്കണം, അല്ലാതെ നിക്കറിക്കൂടെ മുള്ളരുത് ആ ടൈമിൽ കേട്ടാ. അതുകൊണ്ട് തന്നെ ഈ കേസ് നീ പണ്ടാലുടങ്ങി തോക്കുന്നുള്ളത് നീ പേടിക്കണ്ട. ഇനി യൂട്യൂബിൽ ഇതേ കണക്ക് ഒരു കൗണ്ടർ നോട്ടീസ് കൊടുക്കാൻ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കള്ളത്തരം എഴുതിയാൽ നിയമ നടപടിയും അല്ലെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ടെർമിനേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കള്ളത്തരം എഴുതി വെച്ച നിന്റെ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യും. കൂടാതെ നമ്മളെ കേസ് പോരാഞ്ഞ് യൂട്യൂബുകാരുടെ കൊണ്ട് നിനക്കുള്ള മുട്ടം പണി അടുത്ത തരികയും ചെയ്യും കേട്ടോ. അപ്പോൾ സന്തോഷമായ അരി അണ്ണ. ഇനി ലാസ്റ്റായിട്ട് ചില കമൻ്റ് ഓടികൾക്കും ഷിഹാബിനും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, കമൻ്റ് ഓടികളടുത്ത് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് കമൻ്റ് ഓടികൾ വന്ന് ചീത്തയൊന്നും എഴുതിയിടരുത്. കാരണം നിൻ്റെ ഒന്നും തന്തയല്ല ഇവിടെ ഇരിക്കുന്നത്. നിനക്കൊക്കെ വീട്ടിൽ പറയുന്ന കണക്ക് ഇവിടെ എഴുതിയിടാനായിട്ട് പല അവന്മാരും തന്ത ആരാണെന്ന് അറിയുന്നുകൂടാതെ ഓടി നടന്ന് ചിന്താശേഷിയില്ലാതെ
അരിയണ്ണൻ്റെ അടുത്ത് നിന്നിട്ട് അവിടെ പിതാമഹനായ അവനെ കണ്ടതായിരിക്കാം, എന്നിട്ട് ആ സ്നേഹത്തിൽ ഇവിടെ വന്ന് ഇടുന്നതായിരിക്കാം. അതൊന്നും വേണ്ട, ഇവിടെ ഇട്ട് നീ ഒന്നും കഷ്ടപ്പെടണ്ട. അങ്ങനെ ചില ഇട്ട, അതായത് ഇതുവരെ പിതാവാരാണെന്നറിയാത്ത ചില കമൻറ്റോളികൾ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ തെറിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് കഴിഞ്ഞാൽ ഇതിനും ഏതൊക്കെ വീഡിയോക്കാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ ഈ വീഡിയോ കാണുന്ന ചിന്താശേഷിയുള്ള നല്ല ആൾക്കാർ ദയവ് ചെയ്തിട്ട് യവന്മാരുടെ കമൻറ്റിനെ പോയി യവന്മാരുടെ പിതാക്കന്മാരോ പിന്നെ മാതാവിനോ ഒന്നും പോയി തെറി വിളിക്കരുത്. കാരണം ഓൾറെഡി ഫ്ലവറി മക്കളെ എന്നുള്ള പേര് കേട്ട് വളർന്നു വന്നവന്മാരാണ് യവന്മാർ. ഓക്കെ ഓക്കെ, നാട്ടിൽ അവന്മാരുടെ നാട്ടിൽ ഈ തെറി കമൻറ്റ് ഇടുന്നവന്മാരുണ്ടല്ലോ, അവന്മാരുടെ നാട്ടിൽ ഫ്ലവറി മക്കളെ എന്നുള്ള പേര് കേട്ട് വളർന്നു വന്നവരാണ്. അപ്പം നിങ്ങളും കൂടെ പോയി ആ കീടങ്ങൾക്ക് ദയവ് ചെയ്ത് അവന്മാരുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. അരിയണ്ണൻ്റെ മറ്റേ സന്തത സഹചാരികളും ഒക്കെ ആയിട്ടുള്ള പാവപ്പെട്ടവന്മാരൊക്കെയാണ്. അപ്പോൾ പിതാക്കന്മാരെ നിങ്ങൾ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ കേട്ടാ, ഞങ്ങളും സഹായിക്കാം നിങ്ങളെ പിതാക്കന്മാരെ കണ്ടുപിടിക്കാൻ കേട്ടാ. അപ്പം ഫ്ലവറി മക്കൾക്കല്ല ഫ്ലവറി മക്കൾക്കല്ല കമൻ്റ് ഇടുന്ന കമൻ്റ് ഇടുന്ന ഫ്ലവറി മക്കൾക്കെല്ലാം നല്ല നമസ്കാരം പറയുന്നു. അടുത്തത് നമ്മളെ ഷിഹാബണ്ണന് വേണ്ടിയിട്ട് ഞാനൊരു സീരീസ് തന്നെ ചെയ്യും. സീരീസ് വേണ്ടി വരുന്നില്ല, ഒരൊറ്റ വീഡിയോ മതിയാവും. ഷിഹാബണ്ണൻ്റെ പത്രസമ്മേളനം മുതലുള്ള ഇൻ്റർവ്യൂകളെല്ലാം വെച്ച് ഒരു വീഡിയോ. അപ്പോൾ ഷിഹാബണ്ണൻ വേറൊരു കാര്യമൊക്കെ ചെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഇന്നലെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷിഹാബണ്ണൻ. അതിന് ഷിഹാബണ്ണൻ എന്തുകൊണ്ട് ഷിഹാബണ്ണൻ നിങ്ങളൊരു വെല്ലുവിളി നടത്തി, ഷിഹാബണ്ണൻ ഒരു വെല്ലുവിളി നടത്തി. അത് ഫാസിലിനെയാണ് വെല്ലുവിളിച്ചത്. ഫാസിൽ ഏറ്റെടുത്ത് എന്നിട്ട് എവിടെ വേണമെങ്കിലും വെച്ചോ, ഏത് തീയതി വേണോ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് നീയൊക്കെ മറ്റേ ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ എന്താണ് മാജിക് പ്ലാനറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ പറ്റൂല എന്തോന്നടാ അപ്പോൾ അവനൊന്നും പറ്റൂല, പേടിയാണ്. അപ്പം നീയൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുകാട് എന്തോ ഭീകരനാണ്, വണ്ടി കെട്ടി കൊല്ലും, മറ്റത് ചെയ്യും മറിച്ച് ചെയ്യും. ഇൻ്റർവ്യൂവിൽ സ്പോട്ടിൽ മാറ്റി പറയുന്നവനാണ് നീ ഷിഹാബേ. ഇൻ്റർവ്യൂവിൽ ചോദിച്ച് നീ മുതുകാട് ഭയങ്കര ഭീകരനാണെന്നപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പെണ്ണ് ചോദിച്ച് ഇതിനൊക്കെ ഭീഷണി വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നീ അല്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് മാങ്ങയാണ് ചെയ്തത്? അങ്ങനെ ഇതുവരെ നിന്നെയൊക്കെ ഭീഷണിപ്പെടുത്തേണ്ട ഒരു ഇതുണ്ട്. എന്തെങ്കിലും സാമാനം ഉണ്ട് അതിൻ്റെ തെളിവ്, ആ തെളിവൊന്നും കൊണ്ട് ഇടണം കേട്ടാ. ആ തെളിവ് കൊണ്ട് ഇടാനുള്ള സാമാന്യ മര്യാദയും കാണിക്കണം. നിന്റെ ആദ്യത്തെ പത്രസമ്മേളനം നീ എടുത്ത് നോക്കുക, ആധികാരികമായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞാണ് നീ തുടങ്ങിയത് അതിൻ്റെ അകത്ത് കേട്ടാ. ഒരു ആധികാരികമായ തെളിവ് നീ ഇതുവരെ കാണിച്ചിട്ടില്ല. പോട്ടെ, എന്തായാലും നിനക്ക് അടുത്ത വീഡിയോയിൽ ഷിഹാബണ്ണനുള്ള സമ്മാനം തരാം. ഇത് തൽക്കാലം നമുക്ക് ഷിഹാബണ്ണൻ ഈ ഒരു തംനെയിൽ ഓർമ്മയുണ്ടോ നോക്ക്. ഓർമ്മയുണ്ടാ ഷിഹാബണ്ണൻ ഈ തംനെയിൽ ഓർമ്മയുണ്ടാ? ഓർമ്മ വേണം കേട്ടാ. ഷിഹാബണ്ണന് ഈ തംനെയിൽ ഓർമ്മ വേണം. കാരണം വെച്ചാൽ ഷിഹാബണ്ണൻ ഈ തംനെയിൽ എന്തുകൊണ്ട് ആ ചാനൽ കൊടുത്തതെന്നും ആ ചാനലിൽ ആരാണ് വിളിച്ച് ഈ തംനെയിൽ മാറ്റിയതെന്നുള്ളതൊക്കെ ഷിഹാബണ്ണ ഒന്ന് ഛർദ്ദിക്കുമോ? പറ്റുമോ ഷിഹാബണ്ണോയ്? പറ്റുമോ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി എക്സ്പ്ലനേഷനൊക്കെ തരാം. പിന്നെ ഷിഹാബണ്ണ അനിയൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടാ. അവിടെ നിന്ന് വല്ല കാരണം കാണിക്കാൻ നോട്ടീസും എല്ലാം കിട്ടിയായിരുന്നോ, എന്ത് കാര്യത്തിനാണ് മോന് കിട്ടിയതെന്നൊക്കെ ഒന്ന് ചോദിച്ചു വെച്ചേരെ, നല്ലതാ. അല്ലാതെ വേറെ ആരെങ്കിലും പെട്ടുപോയാലോ നീ കേട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അത് വരാം. ബൈ. അപ്പോൾ ബൈ പറഞ്ഞു പോകുന്ന മുമ്പേ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞേക്കാം. അതായത് ഒന്ന്, സൈനയിൽ നിന്ന് ആരാണ് നിനക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നത്? ഈ ഉത്തരം പറഞ്ഞോ. നിന്റെ വോയിസിൻ്റെ ഉത്തരങ്ങൾ അതൊക്കെയാണ് വരാനുള്ളത്. ഓക്കെ. രണ്ട് സൈനയിലെ ആരെടുത്താണ് മുതുകാട് നിങ്ങളെ 3 പേരെ കൊല്ലുമെന്ന് പറഞ്ഞത്? 3 സൈനയിലെ ആരാണ് നിന്റെ അടുത്ത് വന്നിട്ട് അത് പറഞ്ഞത്? പേരും നാളും ഒക്കെ ഉള്ളവന്മാരാണല്ലോ അവന്മാരൊക്കെ. അപ്പോൾ പേരും നാളും ഒക്കെ വെച്ച് നീ ഉണ്ടാക്ക് കേട്ടാ. ആ വീഡിയോ ഒക്കെ നീ പുറത്തു വിട്. അപ്പം നിന്നെ വിശ്വസിക്കാം നമുക്ക് കേട്ടാ. എടാ എന്താണ് അരിയെണ്ണ തള്ളിയതാണെങ്കിലൊക്കെ ഒരു മയത്തിൽ തള്ളണ്ടേ അരിയെണ്ണോയി. അല്ലെങ്കിൽ അരിയെണ്ണ ഇനിയിപ്പോൾ പോയി അരിയെണ്ണം പോയി അരിയെണ്ണമല്ലോ എന്നാണ് എൻ്റെ സങ്കടം. അരിയെണ്ണം പോയി അരിയെണ്ണേണ്ട ഗതികേടാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പറഞ്ഞേക്കുന്ന സാധനങ്ങൾ അങ്ങനെയാണ്. ഒന്ന് ഇതാണൊക്കെയുള്ള സാധനങ്ങൾ മുതുകാട് ഇതൊക്കെ തെളിവുണ്ടാണ് നിൻ്റെ കയ്യിൽ. എന്തായാലും ജനുവിന് കൊടുത്തതിന് എന്തായാലും നിനക്ക് തെളിവില്ല.
ജിനുവിന് എന്തായാലും കൊടുത്തതിന് എനിക്ക് തെളിവില്ലാത്തതുകൊണ്ട് അത് ഹൈക്കോടതി എനിക്ക് കൊടുത്ത പെർമിഷൻ കൊണ്ടുവരണം കേട്ടോ, എൻ്റെ പെർമിഷൻ ആട്ടെ നീ. അപ്പോൾ ഗുഡ് ബൈ. അടുത്ത വീഡിയോ വരുന്നവരാ, അത് ഷിഹാബ് അണ്ണന് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആയിരിക്കും. ബൈ.